നമുക്കെവർക്കും അറിയാവുന്നതാണ് കേരളത്തിൻ്റെ പ്രിയങ്കരനായ മുൻ മുഖ്യമന്ത്രി മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് വി.എസ്. അച്യുതാനന്ദൻ വളരെ ഗുരുതരാവസ്ഥയിൽ തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം വെന്റിലേറ്റർ സഹായത്തോടെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവൻ നിലനിർത്തിയത്. നിലവിലെ അവസ്ഥ അതുപോലെ തന്നെ തുടരുന്നുവെന്ന് തന്നെയാണ് മെഡിക്കൽ ബുള്ളറ്റിൻ അടക്കം പുറത്തു വന്നപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ വി.എസിൻ്റെ മകനെതിരെ ഗുരുതരമായൊരു വിമർശനമാണ് ഉയർന്നിരിക്കുന്നത്. അതിൽ ഹൈക്കോടതി ശക്തമായ രീതിയിൽ ഒരു നിലപാടും സ്വീകരിച്ചിരിക്കുകയാണ്. ജോലി പോലും തെറിക്കുന്ന രീതിയിലേക്ക് ആ കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും അധികം ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. വി.എ. അരുൺകുമാർ മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദൻ്റെ മകൻ, ഇദ്ദേഹത്തിനെതിരെയാണ് ഹൈക്കോടതി വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. IHRDയുടെ ഡയറക്ടർ നിയമനം പരിശോധിക്കണമെന്നാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. IHRD താൽക്കാലിക ഡയറക്ടർ പദവിയിൽ വി.എസ്. അച്യുതാനന്ദൻ്റെ മകൻ വി.എ. അരുൺകുമാർ നിയമിക്കപ്പെട്ടതിൽ സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കാനാണ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. അതിൽ പല തരത്തിലുള്ള വഴിവിട്ട ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ള സംശയമാണ് ഈ ഘട്ടത്തിൽ ഉയർന്നു കേൾക്കുന്നതും. വി.എസിൻ്റെ മകനായതുകൊണ്ട് ആ രീതിയിലുള്ള സഹായങ്ങൾ CPMൻ്റെ ഭാഗത്തു നിന്നും ലഭ്യമായിരിക്കുന്നു എന്ന സംശയമാണ് കോടതിയുടെ പക്കൽ എത്തിച്ചേർന്നിരിക്കുന്നത്. വി.എ. അരുൺകുമാറിൻ്റെ യോഗ്യത പരിശോധിക്കണമെന്നാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. യോഗ്യനല്ല എങ്കിൽ വളരെ വേഗത്തിൽ അതിൽ കർശനമായൊരു നടപടി സ്വീകരിക്കാനും മുന്നറിയിപ്പുണ്ട്. മുൻ മുഖ്യമന്ത്രിയുടെ മകൻ കൂടി ആയതുകൊണ്ട്, കേരളത്തിലെ ഏറ്റവും ജനസമ്മിതനായ ഒരു നേതാവിൻ്റെ മകൻ കൂടി ആയതുകൊണ്ട് രാഷ്ട്രീയ സ്വാധീനത്തിൻ്റെ അടിസ്ഥാനത്തിൽ യോഗ്യരായവരെയൊക്കെ തന്നെ മറികടന്നുകൊണ്ട് അവരെയൊക്കെ തന്നെ പിന്തള്ളിക്കൊണ്ട് ആ പദവിയിലെത്തിയതാണോ എന്നുള്ള കാര്യമാണ് അന്വേഷണ വിധേയമാക്കേണ്ടത്. അങ്ങനെ ഒരു പിൻവാതിൽ നിയമനവും ശുപാർശയും ഒക്കെ തന്നെ അരുൺകുമാറിന് വേണ്ടി ലഭ്യമായിട്ടുണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. അതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്, ഒരു ക്ലറിക്കൽ പോസ്റ്റിൽ ഇരുന്ന വ്യക്തിക്ക്, ക്ലർക്കായി നിയമിതനായ വ്യക്തിക്ക് എങ്ങനെയാണ് ഡയറക്ടറായി സ്ഥാനക്കയറ്റം വളരെ വേഗത്തിൽ നൽകിയത്? അപരിചിതമായൊരു നടപടിയായി തന്നെയാണ് കോടതി ഇതിനെ വിലയിരുത്തിയിരിക്കുന്നത്. അസംഭവ്യമായ ഒരു നടപടി വളരെ വേഗത്തിൽ സംഭവിച്ചിരിക്കുന്നു. തൃക്കാക്കര മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിലെ മുൻ പ്രിൻസിപ്പളും ഇപ്പോഴത്തെ കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഡീനുമായിട്ടുള്ള ഡോക്ടർ വിനോദ് തോമസിൻ്റെ ഹർജിയുടെ അടിസ്ഥാനത്തിലാണ് കോടതി ഇങ്ങനെ ഒരു ഉത്തരവിട്ടിരിക്കുന്നത്. IHRD ഡയറക്ടർ പദവി സർവകലാശാല VC-ക്ക് തുല്യമാണെന്ന് ഹൈക്കോടതി എടുത്തു പറഞ്ഞു. UGC മാനദണ്ഡം അനുസരിച്ച് 7 വർഷത്തെ അധ്യാപന പരിചയം ഏറ്റവും നിർബന്ധമാണ്. വിദ്യയുടെ കാര്യത്തിലടക്കം നമ്മൾ ഇതിനു മുൻപ് ഈ വിഷയം കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ UGC മാനദണ്ഡങ്ങളെ മറികടന്നുകൊണ്ട്, അതിനെയൊക്കെ തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ട് തന്നിഷ്ടപ്രകാരം ഒരു നിയമനമാണോ ഇവിടെ നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. ക്ലറിക്കൽ പദവിയിലിരുന്ന ഒരു വ്യക്തി 7 വർഷത്തെ അധ്യാപന പരിചയം എങ്ങനെ സ്വായത്തമാക്കി? രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് പ്രൊമോഷൻ കൊടുത്ത് IHRD ഡയറക്ടർ പദവി നൽകി എന്നുള്ളത് ഏറെ വിചിത്രമായി തോന്നുന്ന ഒരു നടപടിയായിട്ടാണ് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയത്. 2018 UGC മാനദണ്ഡം അനുസരിച്ച് തന്നെ ഏറ്റവും കുറഞ്ഞത് ഈ പദവിയിലെത്തണമെങ്കിൽ 7 വർഷത്തെ അധ്യാപന പരിചയം ഏറ്റവും അനിവാര്യമായി വേണ്ടതാണ്, നിർബന്ധമായി വേണ്ടതാണ്. ക്ലറിക്കൽ പദവിയിലിരുന്ന ഒരു വ്യക്തിയെ ആ പദവിയിലേക്ക്, ഡയറക്ടർ പദവിയിലേക്ക് എത്തിച്ചെങ്കിൽ, അഭൂതപൂർവമായൊരു വളർച്ച സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ സ്വാധീനം തന്നെയായിരിക്കും സ്ഥാനക്കയറ്റം നൽകാനായി കാരണമെന്നാണ് കോടതി മനസ്സിലാക്കിയിരിക്കുന്നത്. അല്ലാതെ എങ്ങനെ IHRD ഡയറക്ടർ പദവിയിലേക്ക് അരുൺകുമാറിന് എത്താനായി സാധിക്കും? അതിനുള്ള എന്ത് യോഗ്യതയാണുള്ളത്? തീർത്തും വിചിത്രമായി കോടതിക്ക് ഇത് ബോധ്യപ്പെട്ടു. അതനുസരിച്ചുകൊണ്ട് തന്നെയാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. നേരത്തെ തന്നെ വർഷങ്ങളായി IHRD അസിസ്റ്റന്റ് ഡയറക്ടറായി അരുൺകുമാറിനെ നിയമിച്ചതിനെതിരെ, അദ്ദേഹത്തിന് സ്ഥാനക്കയറ്റം നൽകിയതിനെതിരെ കേസ് നിലനിൽക്കുന്നുണ്ടായിരുന്നു. നയനാർ സർക്കാരിൻ്റെ കാലത്തായിരുന്നു IHRD അസിസ്റ്റന്റ് ഡയറക്ടറായി അരുൺകുമാറിനെ തിരഞ്ഞെടുത്തത്, നിയമിക്കാനായി തയ്യാറായത്. പക്ഷേ ആ കേസിലാകട്ടെ അരുൺകുമാറിനെ തിരുവനന്തപുരം പ്രത്യേക കോടതി കുറ്റമുക്തനാക്കിയിരുന്നു. തെറ്റൊന്നും തന്നെ അന്ന് കണ്ടെത്തിയിരുന്നില്ല. വിഷയത്തിൽ അന്വേഷണം നടത്തിയ വിജിലൻസ് നിയമനവും സ്ഥാനക്കയറ്റവും നൽകിയതൊക്കെ മാനദണ്ഡങ്ങൾ പാലിച്ചു തന്നെ ആയിരുന്നുവെന്ന് കണ്ടെത്തുകയും ചെയ്തു. അങ്ങനെ ആ കേസ് അവിടെ വെച്ച് തീരുകയായിരുന്നു. കോടതിയിൽ വെച്ച് തന്നെ, വിജിലൻസ് കോടതിയിൽ വെച്ച് തന്നെ അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിച്ച് ക്ലീൻ ചീറ്റ് നൽകുകയാണ് ചെയ്തത്. 1997 ജനുവരിയിൽ IHRDയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി ചേർന്നതിന് ശേഷം 2016 ജോയിന്റ് ഡയറക്ടറായും അഡീഷണൽ ഡയറക്ടറായും ഉയർന്ന പദവികളിലേക്ക് വളരെ വേഗത്തിൽ ഉയർന്നു വന്നു എന്നുള്ള ആരോപണമാണ് നിലവിൽ ഹർജിക്കാർക്കടക്കം ഉന്നയിക്കാനായിട്ടുള്ളത്. തുടർച്ചയായ LDF സർക്കാരുകൾ അദ്ദേഹത്തിൻ്റെ കരിയറിൽ വലിയ തോതിലുള്ള ഒരു റിമാർക്ക് തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരു ഉന്നത സ്ഥാനക്കയറ്റം തന്നെയാണ് നൽകിയിരിക്കുന്നത്. എങ്ങനെയാണോ LDFന് നേട്ടമുണ്ടാകുന്നത് അതനുസരിച്ച് കൊണ്ട് അരുൺകുമാറിനും ആനുപാതികമായി നേട്ടമുണ്ടാകുന്നു. അതിനനുസരിച്ച് കൊണ്ട് യോഗ്യതാ മാനദണ്ഡങ്ങൾ ആവർത്തിച്ച് പരിഷ്കരിച്ചു കൊണ്ടേയിരിക്കുന്നു.
കേരള സർക്കാരിൻ്റെ സ്വയംഭരണ സ്ഥാപനമായിട്ടുള്ള IHRD 9 എഞ്ചിനീയറിംഗ് കോളേജുകൾ, 9 പോളിടെക്നിക്കുകൾ, 4 സർവകലാശാലകളുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള 50ഓളം അപ്ലൈഡ് സയൻസ് കോളേജുകൾ, 16ഓളം ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളുകൾ, 2 മോഡൽ ഫിനിഷിംഗ് സ്കൂളുകൾ, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുകളിൽ ബിരുദാനന്തര ഡിപ്ലോമകൾ വാഗ്ദാനം ചെയ്യുന്ന 2 പ്രാദേശിക കേന്ദ്രങ്ങൾ, 7 എക്സ്റ്റൻഷൻ സെൻ്ററുകൾ, അങ്ങനെയൊക്കെ തന്നെ നടത്തുന്ന വലിയൊരു വിദ്യാഭ്യാസ സ്ഥാപനം തന്നെയാണ്. ഒരു വലിയ ചെയിൻ ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് തന്നെ പറയാൻ സാധിക്കും. ഇതിൻ്റെ മേധാവിയായി തന്നെയാണ് അരുൺകുമാർ നിലവിലുള്ളത്. അരുൺകുമാറിന് ഇങ്ങനെ ലഭിച്ചിട്ടുള്ള നിയമനങ്ങളും സ്ഥാനക്കയറ്റങ്ങളുമൊക്കെ IHRDക്കെതിരായിട്ടുള്ള ഗുരുതര ആരോപണമായി തന്നെ രാഷ്ട്രീയ നിയമനങ്ങൾക്ക് വേണ്ടിയുള്ള ടൂളായി മാറ്റിയിരിക്കുന്നു എന്നുള്ള ആരോപണത്തിന് കാരണമായി മാറിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായി അദ്ദേഹത്തിനെതിരായിട്ടുള്ള ആരോപണമെന്ന് പറയുന്നത് എല്ലാ തസ്തികകൾക്കും, അദ്ദേഹം ഇതുവരെ വഹിച്ചിട്ടുള്ള തസ്തികകൾക്ക് മാനദണ്ഡമായി പറയുന്ന അധ്യാപന ഗവേഷണ പരിചയം, ഇതൊന്നും അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളതാണ് പ്രധാനമായി ഉയർന്നു കേൾക്കുന്ന പരാതി. എന്നിട്ടും 2023 ജൂൺ 3 ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അരുൺകുമാറിനെ ഒരു ഡയറക്ടറെ നിയമിക്കുന്നതുവരെ താൽക്കാലിക ഡയറക്ടറായി, പകരം ചുമതലയുള്ള ഒരു ഡയറക്ടറായി നിയമിക്കുകയാണ് ചെയ്തത്. 2023 നവംബറിൽ ഡയറക്ടർ തസ്തികയിലേക്കുള്ള നിയമങ്ങൾ ഭേദഗതി ചെയ്യാൻ അരുൺകുമാർ സർക്കാരിന് തന്നെ കത്തെഴുതി. വ്യക്തമായ താൽപ്പര്യ വൈരുദ്ധ്യം അവഗണിച്ചുകൊണ്ട് 2023 ഡിസംബർ 13 സർക്കാർ ഈ നിയമങ്ങളൊക്കെ തന്നെ ഭേദഗതി ചെയ്തു. അതിനുശേഷം അനുകൂലമായ രീതിയിൽ ഒരു വിധിയും വന്നു. ഫെബ്രുവരിയിൽ APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിൽ അക്കാദമിക് ഡീനും IHRDയിലെ ഫാക്കൽറ്റി അംഗവുമായിട്ടുള്ള പ്രൊഫസർ വിനു തോമസ് അരുൺകുമാറിനെ ഡയറക്ടർ ഇൻചാർജായി നിയമിച്ചതിനെതിരെ മുൻ മുഖ്യമന്ത്രി അച്യുതാനന്ദൻ്റെ മകൻ കൂടിയായതുകൊണ്ട് അനുകൂലമായ നിലപാട് സ്വീകരിച്ചുവെന്നും നിയമവിരുദ്ധമായും ഏകപക്ഷീയമായും ഭേദഗതി ചെയ്യാനുള്ള സർക്കാരിൻ്റെ തീരുമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു ഹൈക്കോടതിയെ സമീപിച്ചതും ഈ വിവരങ്ങളൊക്കെ തന്നെ സമർപ്പിച്ചതും. അർഹരായ നിരവധി ആളുകൾ പുറത്തു നിൽക്കുമ്പോഴാണ് അനർഹരായ രാഷ്ട്രീയ നിയമനത്തിൻ്റെ പേരിൽ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്ക് അടിസ്ഥാനമാക്കി ഇങ്ങനെയുള്ള നീക്കങ്ങൾ നടത്തുന്നത്. 2010 വരെ അദ്ദേഹം അഡീഷണൽ ഡയറക്ടർ എന്ന ഒരു തസ്തിക മാത്രമേ IHRDയിൽ ഉണ്ടായിരുന്നുള്ളൂ. 2010 സെപ്റ്റംബറിൽ കോളേജുകളിൽ 12 വർഷത്തെ അധ്യാപന പരിചയമുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുകയായിരുന്നു. അതിൽ IHRDയുടെ കീഴിലുള്ള കോളേജുകളിലെ പ്രൊഫസർ, പ്രിൻസിപ്പൽ തലത്തിൽ 3 വർഷത്തെ ഭരണപരിചയവും ഉൾപ്പെടുന്നുണ്ട്. പ്രൊഫസർമാർ, എഞ്ചിനീയറിംഗ് കോളേജുകളിലെ പ്രിൻസിപ്പൽമാർ, അതല്ലെങ്കിൽ IHRDയിലെ തന്നെ ജോയിന്റ് ഡയറക്ടർമാർ എന്നിവരൊക്കെ ആയിരുന്നു ഇതിലേക്ക് തിരഞ്ഞെടുക്കുന്നത്. 2011 അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലാവധി കഴിഞ്ഞു. സർക്കാരിൻ്റെ അംഗീകാരമല്ലാതെ IHRD 2 അധിക അഡീഷണൽ ഡയറക്ടർ തസ്തികകളാണ് സൃഷ്ടിച്ചത്. അതും ഡെപ്യൂട്ടി ഡയറക്ടറുടെ ശമ്പള സ്കെയിലിന് മുകളിലുള്ള തസ്തികകൾ. സാധാരണഗതിയിൽ ഇങ്ങനെ തസ്തിക സൃഷ്ടിക്കണമെങ്കിൽ IHRDക്ക് സ്വമേധയാ സാധിക്കില്ല, പകരം സർക്കാർ അനുമതി ആവശ്യമാണ്. മന്ത്രിസഭ അതിനുള്ള അനുമതി നൽകണം. എന്നാൽ സാങ്കേതികമായി ഇതിനുള്ള മറുപടിയും IHRDയുടെ പക്കൽ തന്നെയുണ്ട്. കാരണം ഒട്ടനവധി ജോലിയാണ് അവർക്കെടുക്കാനായിട്ടുള്ളത്. അധിക ജോലിഭാരം മൂലം പുതിയ തസ്തിക സൃഷ്ടിക്കുകയല്ലാതെ മറ്റു മാർഗമില്ലായിരുന്നു. അതനുസരിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ യോഗ്യരായ 2 മുതിർന്ന ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്.